നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോളോയിങ് ആർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2020. ഓക്കെ, അതായത് നമ്മുടെ എ ലിമിറ്റഡിന്റെ എന്ന് പറഞ്ഞ കമ്പനിയുടെയും അതുപോലെ തന്നെ ബി ലിമിറ്റഡിന്റെയും ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. March 31, 2020 ഒരു ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ആ ബാലൻസ് ഷീറ്റിനകത്ത് ആ കമ്പനിയുടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും അതുപോലെ തന്നെ അസറ്റ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്, നോക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് പറഞ്ഞുകൊണ്ട് 2 ക്ലാസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കുക, സംശയമുള്ളവര്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് പോലെ 1 മുതൽ 8 സ്റ്റെപ്പ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ 1 മുതൽ 8 സ്റ്റെപ്പിൽ പറയുന്ന അല്ലെങ്കിൽ 1 മുതൽ 7 സ്റ്റെപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനകത്തുണ്ടോ എന്ന് നോക്കണം. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചുരുക്കം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൈൻഡ് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ. അപ്പോൾ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻ എന്തായിരിക്കും? അതായത് ഏറ്റെടുക്കുന്ന കമ്പനി, ഓക്കെ, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് അറിയണം. എത്ര ഷെയറിൽ ആണ് അവർ വാങ്ങിയിട്ടുള്ളതെന്ന് അറിയണം. അത് അറിഞ്ഞാലല്ലേ നമുക്ക് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ കിട്ടുള്ളൂ. അപ്പോൾ അത് അറിയാനുള്ള ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനകത്തുണ്ടോ എന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, റവന്യൂ പ്രോഫിറ്റ്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഉണ്ട്. സ്റ്റെപ്പ് 2 അതാണല്ലോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 2 അനുസരിച്ച് ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ അറിയണം? അക്വിസിഷൻ ഡേറ്റ് അറിയണം. അക്വിസിഷൻ ഡേറ്റ് അല്ലേ, ഓപ്പണിംഗ് ഡേറ്റ് മുതൽ അക്വിസിഷൻ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റുകൾ എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പിന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ എന്തെല്ലാം ഐറ്റംസ് ഇൻക്ലൂഡ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് ഒക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. റവന്യൂ പ്രോഫിറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് 1 മുതൽ 7 വരെയുള്ള സ്റ്റെപ്സ് കൃത്യമായിട്ട് തറോ ആക്കി പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യനോട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യനോട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എസ്എ ചാപ്റ്റർ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് 10 മാർക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലെ ഐറ്റംസ് നിങ്ങൾ നോക്കി. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 10 രൂപയാണ് ഷെയർ ക്യാപിറ്റലിന്റെ ഫേസ് വാല്യൂ പറയുന്നത്. 5 ലക്ഷം 2 ലക്ഷമാണ്. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് ജനറൽ റിസർവ് ഉണ്ട്. പിന്നെ സർപ്ലസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് ഉണ്ട്. കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് ട്രേഡ് പേയബിൾസ് വരുന്നുണ്ട്. അസറ്റ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നോക്കി. ഈ ഇൻവെസ്റ്റ്മെന്റിനകത്താണ് നമുക്ക് മിക്കവാറും എന്തുണ്ടാവുക, നമ്മൾ എത്ര ഷെയറിലാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ ചെയ്യുക. ഇവിടെ നോക്കി, ഇവിടെ ഇൻവെസ്റ്റ് നിങ്ങൾക്ക് കാണാം 15,000 ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് 2 lakh. 2 ലക്ഷം ചെലവിൽ കോസ്റ്റിൽ നമ്മൾ 15,000 ഇക്വിറ്റി ഷെയർ ബി ലിമിറ്റഡിൽ വാങ്ങി എന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ്. അപ്പം എന്താണ്, ഹോൾഡിംഗ് കമ്പനിയുടെ ഹോൾഡ് എത്രയാണ്? ബി ലിമിറ്റഡിൽ 15,000 ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ദെൻ ഇതിനകത്ത് നോക്കുക, അടുത്ത അഡീഷണൽ ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ആർ അക്യൂർഡ് ബൈ എ ലിമിറ്റഡ്. അപ്പോൾ ബി ലിമിറ്റഡിന്റെ ഷെയർ എല്ലാം അക്യൂർ ചെയ്തത് ആരാണ്? എ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ഇത് താഴെ നോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഈ ഒരു ഇൻഫർമേഷനിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ട് തരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ഓൺ July 2019, B Limited had a surplus of 6,000 on 1/4/2019. അപ്പം ബി ലിമിറ്റഡിനെ എ ലിമിറ്റഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് ജൂലൈ 2019 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബി ലിമിറ്റഡിന്റെ കയ്യിൽ ഒരു 6,000 രൂപ എന്തുണ്ട്? സർപ്ലസ് ഉണ്ട്. 1/4/2019 എന്നാണ് പറയുന്നത്. അപ്പം 1/4/2019 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിൽ ബിസിനസിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു 6,000 രൂപ സർപ്ലസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. കാരണം എന്താണ്, കറന്റ് ഇയറിൽ അക്യൂർ ചെയ്ത ഡേറ്റ് മുതൽ അങ്ങോട്ടുള്ള, അതായത് ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഡേറ്റിൽ ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പൊ അതിനു മുൻപ് ആണല്ലോ ഇത്. അതുകൊണ്ട് ഇതെന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഈ 6,000 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഇതിൽ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ബി ലിമിറ്റഡിന്റെ എമൗണ്ടിൽ എത്രയുണ്ട്? 16,000 ഉണ്ട്. ഈ 16,000ത്തിൽ 6,000 എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്.
ബാക്കി 10,000 ഉണ്ട്. ആ 10,000 എന്ന് പറയുന്നത് എന്താണ്? ഈ വർഷം അതായത് ഏപ്രിൽ 1, 2019 മുതൽ മാർച്ച് 31, 2020 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ആ കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് എന്ത്? ഈ 10,000 എന്ന് പറയുന്നത്. അതെങ്ങനെ മനസ്സിലായി നമുക്ക് 10,000 ആണെന്നുള്ളത്? കാരണം 6,000 നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം ബാക്കി 10,000 രൂപ. 10,000 രൂപയിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്വിസിഷൻ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആക്കണം. അക്വിസിഷൻ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റിനെ എന്താക്കണം? റവന്യൂ പ്രോഫിറ്റ് ആക്കി മാറ്റണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ പറഞ്ഞിട്ടുള്ള എന്താണ്? കാൽക്കുലേറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണാൻ പറഞ്ഞു. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് അതിനെ വിളിക്കുക കേട്ടോ. പിന്നെന്താണ്? കോസ്റ്റ് കൺട്രോൾ ഓർ ഗുഡ് വിൽ അത് കാണാം. അപ്പം പിന്നെ ആൾസോ പ്രിപ്പയർ ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആൾസോ പ്രിപ്പയർ ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം എന്താണ്? ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അങ്ങനെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും നമ്മളോട് അത് പറഞ്ഞാൽ മതി ശരിക്കും. ക്ലിയർ? ഇപ്പൊ ഏതായാലും നമുക്കൊന്ന് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റെപ്പ് 1 ടു സ്റ്റെപ്പ് 8 വരെയുള്ള സ്റ്റെപ്സ് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ ആയിരുന്നു. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്ത് ചെയ്യുക? കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിനകത്ത് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്നാൽ എന്താണെന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് 1 ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾഡിംഗ് ആൻഡ് റേഷ്യോ. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ അക്വയർ ചെയ്യാൻ പറ്റാത്ത ഷെയറും ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്ന ഷെയറും തമ്മിലുള്ള ബന്ധത്തിനെയാണ് എന്ത്? ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് സബ്സിഡറി കമ്പനിയുടെ മൊത്തം ഷെയർ വാല്യൂ എത്രയാണ്? ഷെയറിന്റെ എണ്ണം എത്രയാണെന്ന് അറിയണം. സബ്സിഡറി കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ എണ്ണം എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം എത്രയാണ്? സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh ആണ്. ക്ലിയർ? 2 lakh. ആ 2 lakhൽ ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അപ്പം മൊത്തം ഷെയറിന്റെ എണ്ണം എത്രയായിരിക്കും? 20,000 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ടോട്ടൽ ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ഷെയറിന്റെ ടോട്ടൽ എണ്ണം എത്രയാണ്? 2 lakh divided by 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്രയാണത്? അത് വരുന്നത് 20,000 ആണ്. 20,000. ഓക്കെ, ദെൻ ഷെയർസ് അക്യൂർഡ് ബൈ എ ലിമിറ്റഡ്. എ ലിമിറ്റഡ് അക്യൂർ ചെയ്ത ഷെയറിന്റെ എണ്ണം എത്രയാണ്? എ ലിമിറ്റഡ് അക്യൂർ ചെയ്ത ഷെയറിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് കാണാം. ഇല്ലേ? എത്രയാണത്? 15,000 ഷെയർ ആണ്. ക്ലിയർ? അപ്പൊ എ ലിമിറ്റഡ് അക്വയർ ചെയ്യാൻ പറ്റാത്ത ഷെയറിന്റെ എണ്ണം എത്രയായിരിക്കും? 5,000 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റേഷ്യോ കിട്ടിയില്ലേ? എന്താണ് റേഷ്യോ? ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമുക്ക് ഇവിടെ കിട്ടും. എന്താ റേഷ്യോ വരുന്നത്? നോക്കി, അതാണ് 15:5 എന്നുള്ള റേഷ്യോ വരും അല്ലെ? 15:5 എന്നുള്ള റേഷ്യോ നമുക്ക് അവിടെ കിട്ടും. 15:5 നമുക്ക് അങ്ങനെ ഒരു റേഷ്യോ അവിടെ കിട്ടുന്നു. പതിനഞ്ച് 15:5 എഴുതാം. ഓക്കെ, അപ്പൊ 15:5 നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് എന്താക്കാം? ചുരുക്കിയിട്ട് നമുക്കതിനെ 15-ല് 5 3 തവണ പോകും. അപ്പൊ 3 നമുക്ക് എന്താക്കാം? 5 5 ഒരു തവണ അല്ലെ? 3:1 എന്നുള്ള രീതിയിൽ നമുക്ക് ആ റേഷ്യോ എഴുതാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചുരുക്കണം നിർബന്ധമൊന്നുമില്ല. ചുരുക്കാതെ ചെയ്താലും ചുരുക്കി ചെയ്താലും എന്താണ് നമുക്ക് ഈക്വൽ തന്നെയാണ് ആൻസർ കിട്ടുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ചുരുക്കിയാൽ തെറ്റും എന്നുള്ളവർ ചുരുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ ആണ്. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമ്മളിവിടെ കണ്ടെത്തി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ കണ്ടെത്തിയത്? സബ്സിഡറി കമ്പനിയിൽ ഏറ്റെടുക്കപ്പെടുന്ന കമ്പനി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ,
ഇനി ഈ ക്വസ്റ്റ്യനിൽ സ്റ്റെപ്പ് 2 നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം എന്തെല്ലാം ചേർന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത് അതിന്റെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും? ക്യാപിറ്റൽ റിസർവ് വരും, ജനറൽ റിസർവ് വരും, പിന്നെന്താണ് വേറെ എന്തെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വരും, ഷെയർ പ്രീമിയം ഉണ്ടെങ്കിൽ അത് വരും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് അതായത് ബിസിനസ് ന്റെ ഓപ്പണിംഗ് ഡേറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസിൽ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് വരും. അതുകൂടാതെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ള എമൗണ്ട് അക്വിസിഷൻ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് അത് വരും. ഓക്കെ. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ബോണസ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അത് മൈനസ് ചെയ്യണം. അതുപോലെ എന്താണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അത് മൈനസ് ചെയ്യണം. പിന്നെ റീവാലുവേഷൻ പ്രോഫിറ്റ് അസറ്റ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സോറി, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനകത്തുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ജനറൽ റിസർവ് ഉണ്ട്. അതുകൊണ്ട് ജനറൽ റിസർവ് നമുക്ക് ഇവിടെ എഴുതാം. ജനറൽ റിസർവ് എത്രയാണ് ക്വസ്റ്റ്യനില്? ജനറൽ റിസർവ് ബി ലിമിറ്റഡിന്റെ ജനറൽ റിസർവ് എത്രയാണ്? 25,000. ജനറൽ റിസർവ് എന്താണ്? ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, 25,000. 25,000 ഉണ്ട്. ദെൻ പിന്നെന്താണ്? സർപ്ലസ് ഉണ്ട്. 1/4 നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു അല്ലേ? അതെന്താണ്? ബിസിനസിന്റെ ഓപ്പണിംഗ് ഡേറ്റിൽ ആ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിൽ ബിസിനസിന്റെ കയ്യിലുള്ള പ്രോഫിറ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉള്ള കാര്യം. ദ ബി ലിമിറ്റഡ് ഹാഡ് എ സർപ്ലസ് ഓഫ് 6,000 ഓൺ 1/4/2019. ഓപ്പണിംഗ് ഡേറ്റിൽ ബിസിനസിന്റെ കയ്യിൽ സർപ്ലസ് ആയിട്ട് ഒരു 6,000 രൂപയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 6,000 എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ. കൂടാതെ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ബിസിനസ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 16,000 രൂപയുണ്ട്. അതിൽ 6,000 ഓപ്പണിംഗ് ഡേറ്റിൽ ബിസിനസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രോഫിറ്റ് ആണ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ബാക്കി 16,000ത്തിൽ നിന്ന് 6,000 പോയി കഴിഞ്ഞാൽ ബാക്കി 10,000. ആ 10,000 എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ക്ലിയർ? ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അതിൽ എന്താണ്? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ അക്യൂർ ചെയ്ത ഡേറ്റ് വരെ എത്ര മാസമുണ്ടോ അത്രയും മാസം ആ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്തായിരിക്കും? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും. ഓപ്പണിംഗ് ഡേറ്റ് ഏപ്രിൽ 1 ആണ്. അക്വിസിഷൻ ഡേറ്റ് ജൂലൈ 1 ആണ്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ ജൂലൈ 1 വരെ എന്ന് പറയുമ്പോൾ 3 മാസമാണുള്ളത് അല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ. ആ 3 മാസം. ആ 3 മാസത്തേക്ക് ഉള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്തുക. അതാണ് എന്ത്? ആ പർട്ടിക്കുലർ ഇയറിൽ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിലെ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ അത് എത്രയാണ്? ഇവിടെ നമുക്കറിയാം എത്രയാണ്? 16,000 മൈനസ് 6,000 എന്ന് പറഞ്ഞാൽ 10,000 ആണ് എന്ത്? ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 10,000 ആണ്. ഓക്കെ. ആ 10,000ത്തിൽ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള ആ 10,000ത്തിൽ എന്താണ്? 10,000 മൊത്തം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ? അല്ല. അതിൽ 3 മാസത്തെ പ്രോഫിറ്റ് ആണ് എന്ത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതുകൊണ്ട് 3 മാസത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇൻടു 3/12 ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 2,500 ആണ്. അതാണ് എന്ത്? ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ബിസിനസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത് 2,500 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത് 25,000. ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? 25,000 പ്ലസ് 6,000 പ്ലസ് 2,500. ഓക്കെ. അപ്പൊ വരുന്ന മൊത്തത്തിൽ വരുന്നത് എത്രയാണ്? 33,500 ആണ്. 33,500 ആണ് ഇവിടെ എന്ത് വരുന്നത്? ടോട്ടൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ. ആ 33,500നെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുള്ള ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഹോൾഡിംഗ് കമ്പനിക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷൻ എത്രയാണ്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ എത്രയാണെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടെത്തിയ റേഷ്യോ എന്താണ്? ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 15:5 അല്ലെങ്കിൽ 3:1 ആണ്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ചെറുതാക്കാൻ പറ്റാത്തവർ 15:5 ചെയ്താൽ മതി, അല്ലെങ്കിൽ 3:1 ചെയ്താൽ മതി. അപ്പം 15:5 ആണെന്ന് വിചാരിക്കുക. 15:5 ആണെങ്കിൽ എന്താണ്? ടോട്ടൽ എത്രയാണ്? 20 ആണ് അല്ലെ? 15:5 15 പ്ലസ് 5 20 ആണ് ടോട്ടൽ. അപ്പം 33,500 ഇൻറ്റു 15
ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾഡിംഗ് കമ്പനിക്ക് എത്രയാണ് ഉള്ളതെന്ന് കിട്ടും. ഹോൾഡിംഗ് കമ്പനിക്ക് എത്രയാണ് ഉള്ളതെന്ന് കിട്ടും അല്ലേ? അപ്പൊ എത്രയാണ്? 33,500 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 20. അപ്പൊ ഹോൾഡിംഗ് കമ്പനിക്കുള്ള എത്രയാണ്? 25,125 രൂപയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ ആയിട്ടുള്ളത്. മൈനോറിറ്റി ഷെയർ ഹോൾഡറുടെ പോർഷൻ എത്രയുള്ളത്? മൈനോറിറ്റി ഷെയർ ഹോൾഡറുടെ പോർഷൻ നമുക്ക് എത്ര അതേപോലെ ചെയ്താൽ മതി. 33,500 അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 33,500 നിന്നും 25,125 മൈനസ് ചെയ്താലും മതി. ഓക്കെ, നമുക്ക് റേഷ്യോ വെച്ച് തന്നെ ചെയ്യാം. 5 ഡിവൈഡ് ബൈ 20. അപ്പൊ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? ആൻസർ വരുന്നത് 8,375 മൈനോറിറ്റിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റവന്യൂ പ്രോഫിറ്റ് ആണ്. ക്ലിയർ? അപ്പൊ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പ്രോഫിറ്റ് ഓർ റിസർവ് അറൈസിംഗ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് പർച്ചേസ്. പർച്ചേസിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റവന്യൂ പ്രോഫിറ്റ് എത്രയാണ്? ഇവിടെ റവന്യൂ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് അക്വിസിഷൻ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ടൈം പീരീഡിൽ ആ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ അക്വിസിഷൻ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണോ, എത്ര മാസമാണോ? 9 മാസമാണ് അല്ലെ? കാരണം നമ്മൾ എന്താണ്, അക്വിസിഷൻ ഡേറ്റ് വരെ 3 മാസമാണ് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. 9 മാസമാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? 10,000 രൂപയാണെന്ന് നമുക്കറിയാം. അതില് നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? 2,500 ആണ് എന്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി 7,500 ആയിരിക്കും എന്ത് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്ത് നോക്കാണ്ടാത്തവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്ത് നോക്കാം അല്ലെ? 10,000 ആണ് ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ആ ബിസിനസിന്റെ എന്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? സോറി, ആ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ബിസിനസ് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് 10,000 ആണ്. അതില് 9 മാസത്തെ പ്രോഫിറ്റ് ആണ് റവന്യൂ പ്രോഫിറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? 9 ഡിവൈഡ് ബൈ 12 ചെയ്യുക. ഓക്കെ, അപ്പൊ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? അവിടുത്തെ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7,500. ക്ലിയർ? അത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ആ പെർട്ടിക്കുലർ ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? റവന്യൂ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോയിൽ ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര റവന്യൂ പ്രോഫിറ്റ് വരുന്നു, മൈനോറിറ്റി ഷെയർ ഹോൾഡർക്ക് എത്ര റവന്യൂ പ്രോഫിറ്റ് വരുന്നു എന്ന് നമുക്ക് വീതം വെച്ച് കാണാം. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ എന്താണ് ചെറുതാക്കാത്ത റേഷ്യോ ഉപയോഗിച്ചിട്ട് 15:5 എന്നുള്ള റേഷ്യോ ആണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ചെറുതാക്കി വെച്ച റേഷ്യോ ഉണ്ട്. എന്താണ്? 3:1 അല്ലെ? അപ്പൊ 3:1 വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ 3:1 വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് 3:1 പറയുമ്പോൾ 3 + 1 അല്ലെ? 4 ടോട്ടൽ വരിക. അപ്പൊ എന്ത് ചെയ്യണം? 7,500 7,500ൽ 3 ഭാഗം 4ൽ 3 ഭാഗം ആർക്കുള്ളതാണ്? ഹോൾഡിംഗ് കമ്പനിക്കുള്ളതാണ്. അതാണ് അതിനർത്ഥം അല്ലെ? അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് വരുന്നത് എത്രയാണ്? 5,625 ഹോൾഡിംഗ് കമ്പനിക്ക് റവന്യൂ പ്രോഫിറ്റിന്റെ പോർഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 7,500ൽ ഒരു പോർഷൻ എത്രയില്? 4ൽ 1 ആർക്കുള്ളത്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ഓക്കെ, അത് എത്രയാണ്? അത് വരുന്നത് 1,875 ക്ലിയർ? അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് കണ്ടെത്തുക. റവന്യൂ പ്രോഫിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 3യിൽ പറയുന്നത്. ഇനി സ്റ്റെപ്പ് 4 എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യനിൽ കാണാം. എല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ള ടേം, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ള ടേം, NCI എന്നുള്ള ടേം എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണാനുള്ള സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണുക? നമുക്ക് ഫേസ് വാല്യൂ ഓഫ് മൈനോറിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂയിൽ നിന്നും എന്ത് ചെയ്യണം? മൈനോറിറ്റി ഷെയറിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. മൈനോറിറ്റി ഷെയറുടെ റവന്യൂ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. മൈനോറിറ്റി ഷെയറിന് നൽകിയിട്ടുള്ള ബോണസ് ഷെയർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിൽ നിന്നും
മൈനോറിറ്റി ഷെയർസിന്റെ റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അത് മൈനസ് ചെയ്യണം. ബാക്കി വരുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ലാസ്റ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ കാണിക്കുക മൈനോറിറ്റി ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് ഇപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് സാധാരണ എന്താണ് നോൺ നോൺ എന്താണ് കൺട്രോളിങ് അസറ്റ്, കൺട്രോൾ ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസിലാണ് നമ്മൾ കാണിക്കുക എന്ത് ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മൈനോറിറ്റി ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്രയാണ് മൈനോറിറ്റി ഷെയർ എത്രയാണ് നമുക്കറിയാം. മൈനോറിറ്റി ഷെയർ എത്രയാണ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ. മൈനോറിറ്റി ഷെയർ എത്രയായിരുന്നു? മൈനോറിറ്റി ഷെയറിന്റെ എണ്ണം 5000 ആണ്. 5000 ഷെയർ ആണ് മൈനോറിറ്റി ഷെയറിന്റെ എണ്ണം. ഒരു ഷെയറിന്റെ വില എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ഷെയറിന്റെ വില എത്രയാണ്? 10 രൂപയാണ്. അപ്പം എന്തായിരിക്കും മൈനോറിറ്റി ഫേസ് വാല്യൂ മൈനോറിറ്റി ഷെയർ എന്ന് പറയുന്നത്? 5000 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 50,000 ആയിരിക്കും. ഓക്കെ, അതിനോട് കൂടി എന്ത് കാണണം? മൈനോറിറ്റി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മൈനോറിറ്റി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. മൈനോറിറ്റിയുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ അതിന് താഴെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ വെച്ചിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എത്രയാണ്? 8375 ആണ് അല്ലെ. അത് എഴുതുക, 8375. ഓക്കെ, ഇനി മൈനോറിറ്റി ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് അത് നമ്മളിപ്പോ കണ്ടെത്തി വെച്ചു. എത്രയാണ്? 1875. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എത്രയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത് 50,000, 58,375, 58,375 കൂടി എന്ത് ആഡ് ചെയ്യുക? 58,375 പ്ലസ് 1875. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 60,250 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത് ഈ പ്രോബ്ലത്തില് 60,250 ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റെപ്പ് 5 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? ഗുഡ് വിൽ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ക്യാപിറ്റൽ റിസർവ് ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നാണ് അതിനെ വിളിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതിൽ ബാർഗെയിൻ പർച്ചേസ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള സ്റ്റെപ്സും അതിന്റെ ഒരു ഫോർമാറ്റും ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതായത് എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി. അതായത് ഈ ഒരു അക്വിസിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് നൽകിയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്നും ഹോൾഡിംഗ് കമ്പനിയുടെ എന്താണ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അത് അതിനോട് കൂടി ആഡ് ചെയ്യണം. ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എന്താണ്? വാങ്ങിയിട്ടുള്ള ഷെയറിന്റെ ഫേസ് വാല്യൂ, പിന്നെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ, സബ്സിഡറി കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എന്താണ് ബോണസ് ഷെയറിന്റെ പോർഷൻ, സബ്സിഡറി കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡിവിഡൻഡ്, ക്യാപിറ്റൽ പ്രോഫിറ്റിലൂടെ ലഭിച്ചിട്ടുള്ള ഡിവിഡൻഡ് പോർഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? നമുക്ക് ആദ്യം എമൗണ്ട് എടുക്കാം. എന്താണ്? എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് നൽകിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കി എത്രയാണ്? നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അല്ലെ. 15,000 ഇക്വിറ്റി ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് വി ലിമിറ്റഡിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ആര്? ഈ എ ലിമിറ്റഡ്. അപ്പം എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എമൗണ്ട് പെയ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി എത്രയാണ്? 2 lakh ആണ്. 2 ലക്ഷം രൂപയാണ്. ഓക്കെ, 2 lakh, 2 ലക്ഷം രൂപ. ആ 2 ലക്ഷം രൂപ അതിനോട് കൂടി ആഡ് ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ്. ഇവിടെ ക്യാപിറ്റൽ ലോസ് എന്തെങ്കിലും ഉണ്ടോ? ക്യാപിറ്റൽ ലോസ് ഒന്നും ഇല്ല, അപ്പൊ അത് ഇല്ല. പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് പർച്ചേസ്ഡ്. വാങ്ങിയ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? നമുക്കറിയാം എത്രയാണത്. കാരണം ഒരു ഷെയറിന്റെ എണ്ണം 15,000 ആണ്. ഒരു ഷെയറിന്റെ വില ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? 10 രൂപയാണ്. അപ്പൊ 15,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,50,000 അല്ലെ. 1,50,000. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിനകത്തുണ്ടോ? വേറെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനകത്ത് കാണാനില്ല. അപ്പൊ ഇവിടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ. അപ്പോൾ നമ്മൾ ഇത്രയും കിട്ടി. ഇതിന് ശേഷം പിന്നെ എന്താണ്? നോമിനൽ വാല്യൂ ഷെയർ അക്വേർഡ് അത് നമ്മൾ എഴുതിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ബോണസ് ഇഷ്യൂഡ് ബൈ സബ്സിഡറി കമ്പനി. ഫേസ് വാല്യൂ തൊട്ട് മുകളിലാണ് ഇതുണ്ടല്ലേ, മാറിപ്പോയി, കോളം മാറിപ്പോയി കേട്ടോ.
അഡ്ജസ്റ്റ് ചെയ്യണേ. 1,50,000. ഓക്കെ. ഇനി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ്? ഹോൾഡിംഗ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പോർഷൻ എത്രയാണ്? നമ്മൾ ഓൾറെഡി ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോയിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എമൗണ്ട് എത്രയാണെന്നുള്ളത്. അത് എത്രയാണ്? ഒന്നാമത്തെ ഭാഗത്ത് എത്രയാണത്? 25,125 അല്ലേ? 25,125. അതിവിടെ എഴുതുക. 25,125. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ബോണസ് ഷെയർ ഇല്ല, പിന്നെന്താ ഡിവിഡൻഡ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? അത് ഗുഡ് വിൽ ആണെന്ന് അർത്ഥം. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2 ലക്ഷത്തിൽ നിന്നും അല്ലെ 2 ലാഖിൽ നിന്നും 2 ലാഖ് മൈനസ് 1,50,000 മൈനസ് 25,125 ചെയ്യുമ്പോൾ കിട്ടുന്നത് 24,875 ആണ്. അപ്പോൾ 24,875 എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഗുഡ് വിൽ ആണ്. ഗുഡ് വിൽ 24,875 ഉണ്ട്. അതായത് നമ്മൾ അധികം കൊടുത്ത എമൗണ്ട് ആണ്. നമ്മൾ അക്വയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വാല്യൂവിനേക്കാൾ നമ്മൾ അധികം നൽകിയിട്ടുണ്ട് 24,875. അതെന്താണ്? ഗുഡ് വിൽ ആണ്. ഓക്കെ. ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് 5 സ്റ്റെപ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ വരുന്നുള്ളൂ. ബാക്കി 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, സ്റ്റോക്കിൽ എന്തെങ്കിലും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ അസറ്റിലും സ്റ്റോക്കിലും അസറ്റിലൊക്കെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. അങ്ങനെ അതായത് എയും ബിയും തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നു, അസറ്റ് വാങ്ങുക വിൽക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങോട്ട് വാങ്ങുക വിൽക്കുക ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും സ്റ്റോക്കിലും അസറ്റിലൊക്കെ. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ എന്ത് എലിമിനേറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ ഇൻഫർമേഷൻ ഇല്ല, അപ്പൊ അത് ചെയ്യുന്നില്ല. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ഇന്റർ കമ്പനി ഡെപ്റ്റ്സ് എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും എലിമിനേറ്റ് ചെയ്ത് കളയാനാണ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇതിനകത്തില്ല. അപ്പോൾ 6ഉം 7ഉം സ്റ്റെപ്പ് ഈ പ്രോബ്ലത്തിൽ വരുന്നില്ല. ദെൻ നമ്മോട് പറഞ്ഞത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സിമ്പിൾ പ്രോബ്ലം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് അല്ലെങ്കിൽ സിലബസിൽ എടുത്ത് പറയുന്നത്. സിമ്പിൾ പ്രോബ്ലം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട 7 സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. അതിൽ 6ഉം 7ഉം സ്റ്റെപ്സ് നമുക്ക് ഇവിടെ വരുന്നില്ല. കാരണം ഈ പ്രോബ്ലത്തിനകത്ത് അത്തരം ഐറ്റംസ് ഇല്ല. ഓക്കെ. ഇനി നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതൊന്നും നിങ്ങൾ ഫോർമാറ്റ് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഫോർമാറ്റിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയാൽ മതി. അതിൽ ഇപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എഴുതാം? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ ഫോർമാറ്റ് എഴുതാം എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഗുണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ എന്താണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് എഴുതുന്നു. അതിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? എയുടെയും ബിയുടേതും അങ്ങോട്ട് നേരെ പ്ലസ് ചെയ്യരുത്. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അത് എത്രയാണ്? 5 ലാഖ് ആണ്. ക്ലിയർ? കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് മനസ്സിലായല്ലോ. കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ അങ്ങോട്ട് കൂട്ടും, എല്ലാം കൂടി കൂട്ടിയിട്ട് വെക്കും അർത്ഥം വെച്ചിട്ടൊക്കെ. ചില ആൾക്കാർക്കുള്ള പ്രശ്നമാണ് എന്താണ് ക്വസ്റ്റ്യൻ ഫുള്ള് അല്ലെങ്കിൽ എന്താണ് ഊഹിച്ചെഴുതുക. ക്വസ്റ്റ്യനിൽ നിന്നും അവർ ഒന്നും പഠിക്കില്ല, എന്നിട്ട് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് അങ്ങോട്ട് എഴുതും. അപ്പൊ അങ്ങനെ ഈ കൺസോളിഡേഷന്റെ അർത്ഥം വെച്ച് ചെയ്യാന്ന് കഴിഞ്ഞ് തെറ്റിപ്പോകും. ഓക്കെ. കാരണം എന്ത് ചെയ്യും? രണ്ടും കൂടി കൂട്ടി എഴുതും. ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ട് എയും ബിയും കൂട്ടി എഴുതും. അതല്ലേ ശരിക്കും കൺസോളിഡേഷൻ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് ചെയ്യരുത്. അതിന് ഇൻഎഫക്ട് ഇതിനകത്ത് വേറെ രീതിയിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 ലാഖ് ആണ്. അപ്പൊ ഏതിന്റെ മാത്രം എഴുതിയാൽ മതി? നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രം എഴുതിയാൽ മതി. ക്ലിയർ? ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് എഴുതുന്ന സമയത്തും ശ്രദ്ധിക്കുക, അവിടെ എന്താണ് ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ കൂട്ടി പ്ലസ് ചെയ്തിട്ട് അവിടെ എഴുതരുത്. അവിടെ ജസ്റ്റ് ഏത് എഴുതിയാൽ മതി? ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഹോൾഡിംഗ് കമ്പനിയുടെ ജനറൽ റിസർവ് ഉണ്ട്. എത്രയാണ്? അത് ക്വസ്റ്റ്യനിൽ തരുന്നത് 60,000 ആണ്. സോ 60,000 അവിടെ എഴുതുക. ദെൻ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് എടുക്കുക. അത് എത്രയാണ്? 36,000. മറ്റേ എമൗണ്ട് ഒക്കെ നമ്മൾ ഇൻഡയറക്ട്ലി എന്താണ് നമ്മൾ
ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിലും അതുപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേഷനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡയറക്ട്ലി അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്? റവന്യൂ പ്രോഫിറ്റ് അല്ലെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തി. ഷെയറിന്, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ഇവിടേക്ക് എടുക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്. നോക്കി വർക്കിംഗ് നോട്ടിൽ നോക്കിയാൽ കിട്ടും. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് എത്രയാണ്? ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ്, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് വരുന്നത് 5625 ആണ് അല്ലെ. 5625 അത് ഇവിടേക്ക് എഴുതുക. 5625. ഓക്കെ, ഇതിന് അടുത്ത മെയിൻ ഹെഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. നോൺ കറന്റ് ലയബിലിറ്റീസിലാണ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എഴുതേണ്ടത്. നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ വർക്കിംഗ് നോട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ് വരുന്നത്? 60,250 ആണ്. അപ്പൊ ഈ നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ് എവിടെ എഴുതേണ്ടത് മനസ്സിലായല്ലോ. എവിടെയാണ് എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ടത് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന ഭാഗത്ത് നോൺ കറന്റ് ലയബിലിറ്റീസിന് താഴെയായിട്ടാണ് അത് എഴുതേണ്ടത് അല്ലെ. നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ഇവിടെ ഉള്ളത് ക്വസ്റ്റ്യനിൽ? 60,250 ആണ് അല്ലെ. 60,250. ഓക്കെ, ദെൻ പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതുവരെയുള്ള എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതുവരെ എഴുതിയിട്ടുള്ള ഒന്നിനെയും നമ്മൾ പരസ്പരം പ്ലസ് ചെയ്ത് എഴുതിയിട്ടില്ല കേട്ടോ. പക്ഷെ കറണ്ട് ലയബിലിറ്റീസിന് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് എഴുതാം. എയുടെയും ബിയുടേതും ആഡ് ചെയ്ത് എഴുതാം. ഇപ്പൊ എയുടെ കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് 74,000ഉം ബിയുടേത് 29,000 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഏതിന്റെ കേസിലാണ് പറഞ്ഞത്? ഏതിന്റെ കേസിലാണ്? കറണ്ട് ലയബിലിറ്റീസിന്റെ കേസില്ലേ. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്? 74,000, 74,000 പ്ലസ് 29,000. ഓക്കെ, അപ്പോൾ 1,00,000 എന്താണ് 3,000 അവിടെ വരുന്നത്. എന്ത് വരുന്നത്? ട്രേഡ് പേയബിളിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മുടെ ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത് അത്ര ആയിട്ടാണല്ലേ. സർ ക്യാപിറ്റൽ, റിസർവ്, സർപ്ലസ് എല്ലാം എടുത്തു. ഓക്കെ, അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാം എടുത്തു. നമുക്ക് ഇനി ടോട്ടൽ ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് കിട്ടും. എത്ര വരുന്നത് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് വരുന്നത്? ടോട്ടൽ ചെയ്ത് നോക്കി. 5 lakh പ്ലസ് 60,000 plus 36,000 plus 5,625 plus 60,250 plus 1,03,000. ആൻസർ വരുന്നത് ആൻസർ വരുന്നത് 77,64,875. 7,64,875 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് ഭാഗം കൂടി ചെയ്ത് നോക്കണം. അസറ്റും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും ഈക്വൽ ആയല്ലേ, അപ്പോഴാണ് എന്താവുന്നത്? നമ്മൾ ചെയ്ത് കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അസറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ കാണാതെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ഫോർമാറ്റ് തന്നെ ഉണ്ട് അല്ലെ. അസറ്റിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. നമുക്ക് ഫിക്സഡ് അസറ്റ് എഴുതാം. ഓക്കെ, പിന്നെ അങ്ങനെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ അസറ്റിനെ ഞാൻ നോൺ കറണ്ട് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ കറണ്ട് അസറ്റിനകത്ത് ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് ബി, ഞാൻ നേരത്തെ പറഞ്ഞു ട്രേഡ് കറണ്ട് ലയബിലിറ്റി ചെയ്ത പോലെ തന്നെ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ എയുടേത് എത്രയാണ് ഫിക്സഡ് അസറ്റ് ഉള്ളത്? 3,80,000. ബിയുടേത് എത്രയാ? 2,05,000 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. 3,80,000 പ്ലസ് 2,05,000 ഫിക്സഡ് അസറ്റ് വരുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5,85,000 വരും അല്ലെ. 5,85,000 വരും. ക്ലിയർ? പിന്നെ ഗുഡ് വിൽ ഉണ്ടോ? ഗുഡ് വിൽ ഉണ്ട് അല്ലെ, നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഗുഡ് വിൽ എത്രയാണ്? അല്ലെ കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണത് ഗുഡ് വിൽ വന്നിട്ടുള്ളത്? ഗുഡ് വില്ല് വരുന്നത് 24,875 ആണ്. സോ അത് എഴുതുക ഗുഡ് വിൽ.
24,875. ഓക്കെ. ദെൻ കറണ്ട് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് അസറ്റ് വരുന്നത് ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടി ആഡ് ചെയ്യണം കേട്ടോ. കറണ്ട് അസറ്റ് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലുണ്ട് 90,000ഉം 65,000ഉം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് 1,55,000 വരുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ അസറ്റിലെ ഐറ്റംസ് ഇതിൽ കാണുന്നത്. ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന അസറ്റിലെ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്ന് അറിയാം. ചെയ്ത് നോക്കുമ്പോൾ എത്ര വരുന്നത്? 5,85,000 പ്ലസ് 24,875 പ്ലസ് 1,55,000. ആൻസർ വരുന്നത് 7,64,875 അല്ലെ. നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും വരുന്നത് 7,64,875 ആണ്. അസറ്റ് വരുന്നത് 7,64,875 ആണ്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ശരിയാണ്, ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിച്ചാൽ മതി. ഇതൊരു എസ്എ ചാപ്റ്റർ ആണ്, എസ്എ ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്റ്റെപ്സ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ ശീലിക്കുക. അതായത് സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 7 വരെയുള്ള സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ ശ്രമിക്കുക? നിങ്ങൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താണ്, ആ 7 സ്റ്റെപ്പിലേക്കും വേണ്ട ഓരോരോ ഭാഗങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് കാണുകയും എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുകയും വേണം. ഓക്കെ. ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.